ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ കാണിച്ചു തരാം. കഴിഞ്ഞ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, ഹോം ടൂറിൻ്റെ വീഡിയോ. ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് നമ്മുടെ കിച്ചണെ കുറിച്ചായിരുന്നു. കിച്ചണിൻ്റെ ഓരോ ഡൗട്ടുകളും ഉണ്ടായിരുന്നു. കുറേ ഡൗട്ട് ഞാൻ മാക്സിമം കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം എന്നുള്ളത്. ഇപ്പോഴാട്ടോ അതിനൊരു സമയം കിട്ടിയത്. ഫസ്റ്റ് ഈ ഒരു കിച്ചൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ട് കിച്ചണായിട്ടാട്ടോ ഉണ്ടാക്കിയിരുന്നത്. ഒരു വർക്കിംഗ് ഏരിയയും അതുപോലെ ഒരു മോഡേൺ കിച്ചണായിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. വീടിൻ്റെ സ്ട്രെച്ചർ വർക്ക് വരെ കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് സൈസ് തീരെ ഇല്ല, കബോർഡ്സ് ഒക്കെ വരുമ്പോൾ സൈസ് തീരെ കുറഞ്ഞ പോലെ തോന്നിയപ്പോൾ ഞാൻ അതിൻ്റെ ചുമര് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇത് ഒറ്റ കിച്ചണാക്കി മാറ്റിയതാണ്. ഇപ്പം നമുക്ക് നിലവിൽ ഒരു കിച്ചണേ ഉള്ളൂ, വർക്കിംഗ് ഏരിയ ആയിട്ട് വേറെ ഇല്ല. ഈ ഒരു കിച്ചൺ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ സൈസ് വരുന്നത്, ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 540യും ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 360 ആണ്. ഈ ഒരു വീഡിയോ ഞാൻ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. ഞാൻ വീട് ഇങ്ങനെ ഡെക്കോർ ചെയ്യുന്ന ടൈമിൽ എടുത്തൊരു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡെക്കോറൊന്നും അല്ല കേട്ടോ നിങ്ങൾ കാണാൻ. ഞാൻ എപ്പോഴും ചേഞ്ച് ചെയ്തു. ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സെൻറ്ററിലൊരു കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ മെയിൻ ഹാളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി കിച്ചണിൽ തന്നെ അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചെറിയ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ ഫ്രിഡ്ജ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഫ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഷോപ്പീസൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയ ഷെൽഫ്സ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ടോൾ യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിതിൽ വെക്കാം. പിന്നെ അധികം വെയിറ്റുള്ള വലിയ പാത്രങ്ങളൊന്നും ടോൾ യൂണിറ്റിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ സ്പൈസസ് ബോട്ടിലും അതുപോലെ കടല, ചെറുപയർ അങ്ങനെയൊക്കെ വെക്കുന്നത് മാത്രം ഇതിൽ നമ്മൾ ടോൾ യൂണിറ്റിൽ വെക്കാൻ പറ്റുള്ളൂ. ഇനി വരുന്നത് മുകൾ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് മൈക്കയിലാണ് കൊടുത്തിട്ടുള്ളത്, ഗ്ലോസിയാണ്, മാറ്റല്ല. പിന്നെ നമ്മളെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാട്ടോ. പിന്നെ മുകളിലെ കബോർഡ്സിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള നീളത്തിലുള്ള ഒരു ക്രോക്കറി ഷെൽഫാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിനെ കുറിച്ച്. നമ്മുടെ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നാനോ വൈറ്റ് അല്ല, പ്യുവർ വൈറ്റ് നമ്മുടെ ഫുൾ ബോഡി ടൈലാണ്. നമ്മുടെ ഈ ഒരു ടൈല് നമുക്ക് നാനോ വൈറ്റ് പോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ സെയിം പീസ് തന്നെ സൈഡിൽ വെച്ചിട്ട് രണ്ടും കൂടെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടൈലാട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാനോ വൈറ്റ് പോലെ തന്നെ നല്ല തിക്നെസ് കിട്ടും. ഈ ഒരു ടൈലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 250 സെൻറ്റിമീറ്റർ ലെങ്ത്തും വിഡ്ത്ത് 80 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ നമ്മൾ ചുമരിലും ഇത് തന്നെ കേട്ടോ, ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് അപ്പോക്സി കൊടുക്കാതെ തന്നെ പ്ലെയിൻ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കുക്കിംഗ് ഏരിയ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഹുഡ് ആൻഡ് ഹോബ് പ്യുവർ ഫ്ലെയിം എന്ന ബ്രാൻഡാട്ടോ, രണ്ടും സെയിം ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഹുഡ് ഒരു ആംഗിൾ മോഡലാണ്. ആംഗിൾ നമ്മൾ കണ്ടംപററി അങ്ങനെ പല മോഡലിലുള്ളതുണ്ട്. ഇവിടെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മോഡലാണ്. പിന്നെ ഈ ഒരു ഹുഡ് വരുന്നത് സെൻസറാട്ടോ, നമുക്ക് ടച്ച് ഉണ്ട്. പിന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വേവ് ചെയ്താൽ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനും ഒക്കെ, അതിന് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വേവ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്യും. ഇതിങ്ങനെ സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ സ്റ്റൗ എടുക്കുമ്പോൾ ഹുഡും ഹോബും ഒരേ സൈസിലുള്ളത് എടുക്കുക. ഒരു 90 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. രണ്ടും ഒരേ സൈസിലുള്ളത് എടുക്കാൻ നോക്കുക. പിന്നെ ഇത് ഞാൻ 3 ബേർണറാട്ടോ, എനിക്ക് പേഴ്സണലി ഇഷ്ടം 3 ബേർണറാണ്. പിന്നെ 4 ഉണ്ട്, 5 ഉണ്ട്. പക്ഷേ 5 ഒക്കെ ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പേഴ്സണലി ഇഷ്ടം 3 ആണ്. ഹുഡ് ആൻഡ് ഹോബിനെ കുറിച്ച് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇൻഷാല്ല ഞാൻ പിന്നെ ചെയ്യാം. കാരണം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. നെക്സ്റ്റ് ഈ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. ക്ലോസ്ഡ് അല്ല കേട്ടോ, നമ്മൾ ഗ്ലാസ് ഒന്നും ഇട്ടിട്ടില്ല, ഓപ്പൺ ആയിട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ താഴെ ഒരു ഓവൻ സ്പേസ് ആണ്, ഓവൻ വെക്കാനുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓവൻ വെച്ചിട്ടില്ല കേട്ടോ.
അവിടെ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓവനുള്ള കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള സിങ്കാട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു സിങ്കാണ്. അതുപോലെ കുറേ ഇപ്പോൾ മാർക്കറ്റിലുള്ള പല പല മോഡലിലും സിങ്ക് അവൈലബിൾ ആണല്ലോ. കുറേ ആക്സസറീസും പല തരത്തിൽ വെള്ളം വരുന്നതും വാഷ് ചെയ്യാൻ പറ്റുന്നതുമായിട്ട് കുറേ ഇത് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിവിടെ സിമ്പിളായിട്ടുള്ള കൊടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടം സിമ്പിളായിട്ടുള്ളതാണ്. കുറേ ആക്സസറീസ് ഉള്ളതൊന്നൊക്കെ കഴുകിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് യൂസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് ഇതുപോലത്തെ സിങ്കാണ്. പിന്നെ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മാറ്റ് ഫിനിഷ് എടുക്കാതിരിക്കുക. ഞാനിവിടെ മാറ്റ് ഫിനിഷ് എടുത്തുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അതിന്മേ നമ്മൾ ചെളിയൊക്കെ പിടിച്ചാൽ നമുക്ക് കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് എൻ്റെ ഒരു യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു ഭാഗത്ത് 2 സൈഡിലായിട്ട് നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സിങ്കിൻ്റെ 2 സൈഡിലും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വെളിച്ചാട്ടോ. അതുപോലെ ഗ്രില്ലുണ്ട്, എന്നാലും ഗ്ലാസ് സ്ലൈഡിങ് ആണ് ഡോറ് വരുന്നത്. നല്ല വെളിച്ചം വരും. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. 2 സൈഡിലും ഇതുപോലെ ഈ ഒരു സൈഡിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല വെളിച്ചം കിട്ടും. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റോർ റൂമുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റോർ റൂമിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് ജസ്റ്റ് ബ്ലാങ്ക് ആയി. കാരണം ഇഷ്ടംപോലെ ഇവിടെ സ്റ്റോറേജ് പ്ലേസ് ഉണ്ടായതുകൊണ്ട് അവിടെ ഒന്നും കൊടുത്തില്ല. പിന്നെ ഈ ഒരു ഡോറിൻ്റെ ബാക്കിൽ നമുക്കൊരു ഹിഡൻ ഇതുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കാം. ഫുള്ള് സാധനങ്ങൾ ഡംപ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വലിയൊരു ഇതുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ ഇതാണ് കൊടുത്തിട്ടുള്ളത്, ഇൻവെർട്ടറാണ് കൊടുത്തിട്ടുള്ളത്. ഇൻവെർട്ടറിന് നമുക്ക് എയർ പോവാം, എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഒരു നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ ഡംപ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറേ സ്പേസ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ കാണത്തൂല്ല, നമ്മളെ ഡോറിൻ്റെ ബാക്ക് സൈഡിലായതുകൊണ്ട് അങ്ങനെ കാണത്തൂല്ല. നമ്മളെ കിച്ചൺ ക്യാബിനറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. മൾട്ടിവുഡിന് മുകൾ ഭാഗത്ത് നമ്മൾ വൈറ്റ് മൈക്കയാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഒരു ബ്ലൂവും ഗ്രേയും കൂടിയിട്ടുള്ള ഒരു വിൻഡി ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് കളർ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു കളറാട്ടോ കൊടുത്തിട്ടുള്ളത്. ഇഷ്ടം പോലെ സ്റ്റോറേജ് ഉണ്ട്, നമുക്ക് ഇഷ്ടത്തിന് സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കുറേ റാക്കുകളൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബോട്ടിൽ പുൾ ഔട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിത് ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സോഫ്റ്റ് ക്ലോസ് ആണ് എല്ലാം കൊടുത്തിട്ടത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതെല്ലാം ടൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ ലൂസായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഒരു കട്ട്ലറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്താൽ മതി പോകുന്നുണ്ട്. ചിലത് നല്ല ടൈറ്റാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ്, ചെറിയ പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റുന്ന ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വേറെ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അത് നമ്മൾ വലിയ പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റുന്നതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിത് എല്ലാം യൂസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് യൂസ് ചെയ്താണ് അത് ലൂസായിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എല്ലാ ഡോറിനും നമ്മൾ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പ്രൊഫൈൽ ഹാൻഡിലാട്ടോ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നമ്മൾ മാക്സിമം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റോർ റൂം ഉണ്ട്, സ്റ്റോർ റൂം ഒന്നും ബ്ലാങ്ക് ആയിട്ട് റൂം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ റാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കിച്ചണിൽ തന്നെ മാക്സിമം സ്റ്റോറേജ് ഏരിയ കൊടുത്തിരിക്കുകയാണ്. കാരണം കുറേ സാധനങ്ങൾ, നമുക്ക് എത്ര സാധനങ്ങൾ കിച്ചണിൽ വെച്ചാലും തികയില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം സ്റ്റോറേജ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് 2 വിൻഡോ വരുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് 4 വിൻഡോ ഉണ്ട് നമ്മുടെ കിച്ചണിൽ. അതുകൊണ്ട് നല്ല വെളിച്ചാട്ടോ. നമുക്ക് പിന്നെ ഇവിടെ ലൈറ്റ് ഇടേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കിച്ചണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയത്, നമ്മൾ ഇതിൻ്റെ ടൈലിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഫ്ലോറിൽ വിരിച്ച ടൈല് വെട്രിഫൈഡ് ടൈലാണ്, പ്യുവർ വൈറ്റ് തന്നെയാണ് കിച്ചണിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈസ് വരുന്നത് 1200 600 ആട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഈ ഒരു വൈറ്റ് കിച്ചൺ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. നല്ല പാടാണ്. നമ്മൾ കുക്കിംഗ് കഴിഞ്ഞാൽ അപ്പം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പം തന്നെ പിന്നടുത്തേക്ക് വെക്കാതെ അപ്പം തന്നെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കിച്ചൺ നല്ല നീറ്റായിട്ട് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ പിന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കറകളൊന്നും പോവത്തില്ല, യെല്ലോ കളറൊന്നും തീരെയും പോവില്ല. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.